താങ്ക് യു. നല്ലോ മകളാ സമാജം. വിജയലക്ഷ്മി, ഇവിടെ കോളേജിൽ വന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാന്ന് മനസ്സിലായോ? ഇവിടെ ആ ചവറ് പത്രത്തിൽ നിന്നെ കൊണ്ടെന്തോ കഥയോ നോവലോ മറ്റോ എഴുതിക്കാനാ. ചവറ് അതിനല്ലാതെ എനിക്കിവിടെ ഒന്നൂടെ. എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ നീ ഇവിടെ വരുമോ ഡി ഭാരതി? പിന്നെ മഹിളകൾക്കകത്തേക്ക് ഗമിക്കാം. ഇവിടെ ഞങ്ങൾ പുരുഷന്മാരുടെ വിഹാര കേന്ദ്രമാക്കാൻ പോവാ. മൂക്കറ്റം കുടിച്ച് ഇവിടെ കിടന്നല്ലേ പിന്നെ എന്നെ കൊണ്ട് പൊക്കിക്കൊണ്ടു പോവാൻ വയ്യ. പറഞ്ഞേക്കാം കുട്ടാ, ഒരു പെഗ് കൂടുതൽ കൊടുക്കരുത്. ഒന്ന് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. കേട്ടല്ലോ, പിന്നെ അവക്ക് വലിയ നിശ്ചയമല്ലേ. ഒന്ന് കഴിഞ്ഞാ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ചേച്ചി ഈടായിട്ട് ഇങ്ങോട്ട് കാണാറില്ലല്ലോ. എങ്ങനെയാ? ഓഫീസ് വിട്ടാ വീട്, വീട് വിട്ടാ ഓഫീസ്, പിന്നെ വീക്കിലിയിലേക്കുള്ള പണികൾ നോക്കാൻ തന്നെ നേരെ ശരിയായിരിക്കും. അല്ല, നീ ഈടായിട്ട് ഒന്നും എഴുതാറില്ലേ? ഒന്നും കാണാനില്ലല്ലോ. കുറെ ദിവസമായിട്ട് ഒന്നും എഴുതാൻ തോന്നുന്നില്ല ചേച്ചി. ആകെ ഒരു മൂഡൌട്ട്. വലിയ മൂഡൌട്ട്. ഈ എഴുന്നനെ മൂഡിന്റെ ഔട്ടിന്റെ ഒന്നും ഒരു കാര്യമില്ല. എഴുതുവാനുള്ള മനസ്സിന്റെ ദാഹം എന്നൊക്കെ ചില നോവൽസുകൾ തട്ടി വിടുന്നത് കേൾക്കാം. മണ്ണാൻ കട്ട. എന്നെ തന്നെ നോക്ക്, ഒരു ദിവസം എത്ര മാറ്ററുകളാണ് ഞാൻ എഴുതള്ളുന്നത്. വാരികയിലേക്കുള്ള സ്ഥിരം മാറ്ററുകൾ എഴുതുന്ന പോലെയാണോ നോവലും കഥകളും ഒക്കെ എഴുതുന്നത്? രണ്ടും സാഹിത്യ സൃഷ്ടി തന്നെയല്ലേ? അല്ല മോളെ, നിനക്ക് കാപ്പിയൊക്കെ ഇടാൻ അറിയാമോ? അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? അതല്ല, നീ പഠിച്ചതും വളർന്നതും ഒക്കെ കോൺവെന്റിലല്ലേ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. എന്ന് വെച്ച് കാപ്പിയൊക്കെ ഇടാൻ അറിയാൻ പാടില്ലാത്ത ആരാണുള്ളത്? മിട്ടിക്ക് പെൺകുട്ടികളായ അങ്ങനെയൊക്കെ വേണം. മോളെ, നമ്മുടെ ആള് അവിടെ എന്ത് കണ്ടീഷനില്ല? നല്ല കണ്ടീഷനില്ല. നിന്റെ ഡാഡിയോ? ഡാഡി നോർമലാ. വിവരമുള്ളവരൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷെ നമ്മുടെ ആള് ലിക്കർ കണ്ടാ മതി എല്ലാം മറക്കും. വിജയലക്ഷ്മി, ഇനി ഞാൻ ഇവിടെ ഇരുന്നാലേ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ മോശമാവും. എന്റെ കൂട്ടാ, എനിക്ക് നിന്നീയല്ലാതെ ആരുണ്ട് കൂട്ടാ? അവള് പോയി, എന്റെ ഭാരതി പോയി കൂട്ടാ. എന്റെ ഭാര്യ മരിച്ചു പോയി കൂട്ടാ. ഭാരതിയല്ലേ നിൽക്കുന്നത്? അതവിടെ പ്രേതമാണ് കൂട്ടാ. അവള് പോയി ഒരു പുകച്ചുരുള് പോലെ പറന്ന് പറന്ന് ആകാശത്തേക്ക് പോയി. എനിക്കിനി ആരുണ്ട്? ഒന്നൊഴിക്കട്ടെ? ഒന്നൊഴിക്കാം. വേണ്ട, എന്റെ കാല് തിരുവി തരാനും വെള്ളം ചൂടാക്കി തരാനും ഇടയ്ക്കിടയ്ക്ക് എന്നെ ചീത്ത വിളിക്കാനും ആരുണ്ട് കൂട്ടാ? പോലെ പോയി എന്റെ ഭാരതി. ഞാൻ എന്ത് ചെയ്യോ എന്റെ പൊന്നു കൂട്ടാ? എനിക്കവിടെ പോയി. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു കമ്പനിക്കും വിടാത്തത്. ഇച്ചിരി വെള്ളം അകത്ത് എന്നാ മതി, അപ്പൊ തുടങ്ങും ഞാൻ മരിച്ചെന്ന് പറഞ്ഞു. എന്റെ ഭാരതി മരിച്ചുപോയി. ഒന്ന് പിടിക്ക, പോയി കൂട്ടാ. വേറൊരു ഭാരതി കല്യാണം അത് ശരിയാകത്തില്ല കൂട്ടാ. ഇതിനെ തന്നെ ശരിയാക്കേണ്ട പാടെനിക്കറിയാ. ഭാരതി, നമുക്ക് ആകാശത്ത് വെച്ച് കാണാം. ഞാനും ഇന്നാ കല്യാണത്തിന് പോകണ്ടേ? വൈകിട്ട് ഞാൻ വരുമ്പോ വൈകും. ഗോപിയുടെ മാരേജിന് നീ പോയാൽ മതി. നിങ്ങളില്ലാതെ ഞാനെങ്ങനെയാ പോകുന്നത്? കല്യാണ മണ്ഡപത്തിന്റെ മുമ്പിൽ കാർ നിർത്തുക, പതുക്കെ ഡോറ് തുറക്കുക, വലതുകാൽ വെച്ച് ഇറങ്ങുക. മതി കളിയാക്കിയത്. അല്ല പിന്നെ എങ്ങനെയാ പോകുന്നതെന്ന്. ഞാനില്ല സരസ്വതി ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ലേ? രവിക്കുന്ന കോളേജില്ലല്ലോ, അവനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ.
ആ രവി, വൈകുന്നേരം നീ എങ്ങും പോയിക്കളയരുത്. എന്താ മമ്മി? നമ്മുടെ ഗോപിയുടെ മാരേജിന് പോകേണ്ടതാ. ഞാൻ വരണോ മമ്മി? ഡാഡി ഉണ്ടാവില്ല, നീ തന്നെ വരണം. ആ മമ്മി, ഗീതയെ വിളിച്ചോണ്ട് പോയ പോരെ? എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. നിന്നെ വിളിച്ചോണ്ട് പോകാനാ ഡാഡി പറഞ്ഞിരിക്കുന്നത്. നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഡാഡി വിളിച്ച് അയ്യോ, പറയും. അത് വേണ്ട, ഞാൻ തന്നെ വരാം. ആ, അങ്ങനെ വഴിക്കുവാ. ഹലോ, രവിയേട്ടനോ? അതെ, ശ്രീമാൻ തന്നെ. അപ്പോഴേ ഇന്നത്തെ ഈവനിങ് പ്രോഗ്രാം നടക്കില്ല. അത് പറ്റില്ല. എന്താ രവിയേട്ടാ ഇത്? ഞാൻ ഇന്ന് വൈകുന്നേരം. ഹലോ, റോങ് നമ്പർ. ആരാ? അത് റോങ് നമ്പറാ മമ്മി. നമ്മുടെ നമ്പറും വേറൊരു നമ്പറും തമ്മിൽ കൺഫ്യൂഷനാ. 3366 33336. ഹലോ, കൊച്ചു കള്ളി. സ്റ്റുപ്പിഡ്. സോറി, റോങ് നമ്പർ. സാറിന് കഴിക്കാൻ എന്തെങ്കിലും? നിവർന്നേക്കടാ. നീ ഇപ്പൊ എന്നെ കൂടുതൽ ബഹുമാനിക്കൊന്നും വേണ്ട. ഞാൻ പഴയ പോലീസ് ഇൻസ്പെക്ടർ ഫിലിക്സ് ജോസഫ് അല്ല. എന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം നീ അറിഞ്ഞു കാണില്ല. മനസ്സിലായോടാ? നമസ്കാരം സർ. നമസ്കാരം. ഇതാര്? കുറുപ്പോ? ഇരിക്കണം കുറുപ്പേ. താങ്ക് യു. കുറുപ്പിന് എന്റെ പേരിൽ ഒരു ലാർജ്. എനിക്കും. അയ്യോ, വേണ്ടായിരുന്നു. ഓ, ഞാനിപ്പോ തൊഴിലൊന്നും ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് പൈസക്ക് ബുദ്ധിമുട്ട് കാണുമെന്നായിരിക്കും തന്റെ വിചാരം. എടോ കുറുപ്പേ, ജോലിയൊന്നും എടുക്കാതെ തന്നെ എനിക്കും എന്റെ സന്തതി വരുമ്പോഴേക്കും തിന്നാൻ വേണ്ടത്ര സമ്പാദിച്ചിട്ടിട്ടാണ് പാവം എന്റെ മൂപ്പിലാൻ പോയത്. തനിക്കറിയാമോ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത് നാടിനെ സേവിക്കാനാ, അല്ല പണത്തിന് വേണ്ടിയിട്ടല്ല. നേരെ 2 ലാർജ്. അല്ലേ വേണ്ട, ഒരു പയന്റ്. ഇതുകൂടി അടിക്കൂ ഉറപ്പേ. ചുമ്മാ അടിക്ക്. ബോട്ടം ടോപ്പ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആണുങ്ങളെ പറ്റത്തില്ല കുറുപ്പേ. റബ്ബർ പോലെ വളയുന്ന നട്ടലുള്ളവർക്കും കാക്കിയുടുപ്പിന്റെ ലേബൽ കൈക്കൂലി വാങ്ങിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. 100% ശരിയാ. അല്ല കുറുപ്പേ, എനിക്കൊരു സംശയം. ഈ പോലീസ് എന്തിനു വേണ്ടിയുള്ള? പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ വരുമ്പോ അവരുടെ ദേഹത്തൊരു പോർല് പോലും കേൾക്കാതെ നോക്കാനുള്ള നാടൻ സെക്യൂരിറ്റി സേന. എന്താ അങ്ങനല്ലേ? അല്ല, പോലീസ് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനുള്ളവരാ. കുറ്റം ചെയ്യുന്നവനെ അടിക്കണം, എന്നാലേ കുറ്റം തെളിയൂ. കുറ്റം ചെയ്യാത്തവനെ ഞാൻ അടിച്ചിട്ടില്ല. ഒരു ദിവസം കുറ്റം ചെയ്യാത്തവരത്തിനെ ഞാൻ അടിച്ചു. അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനോട് മാപ്പി ചോദിച്ചു. എടോ കുറുപ്പേ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരൻ അങ്ങനെ ചെയ്ത് കാണുമോ? കാണില്ല. പക്ഷെ ഞാനത് ചെയ്തവനാ. അതാണ് ഫിലിക്സ് ജോസഫ്. എന്നിട്ടും എന്നെ ഡിപ്പാർട്ട്മെന്റിന് സസ്പെൻഡ് ചെയ്തു. നോക്കിയേക്കാ ഒഴിച്ചു കൊടുക്കണോ നായരെ? അതിന്റെ വേണ്ട, ലാർജ് മതിയായിരുന്നു. അടിക്കടോ കുറുപ്പേ. ജീവിതത്തിൽ ഓർമ്മിക്കാനും ഓമനിക്കാനുമായി ഇതൊക്കെയോ ഉണ്ടാവൂ. അത് ശരിയാ. അല്ല, ജോസഫിന്റെ ക്ലാസ് കാലിയാക്കില്ലല്ലോ. കൂട്ടുകാരെ സൽക്കരിക്കുക, അവരുടെ സന്തോഷം കാണുക, അതാണ് എനിക്ക് വേണ്ടത്. താൻ ഇതും കൂടെ പിടിപ്പിച്ചേ. കുറുപ്പ് ആള് കൊള്ളാമല്ലോടോ. ഒറ്റയടിക്ക് താൻ അകത്താക്കില്ല. ഞാനങ്ങനെ, എനിക്ക് തൊട്ടും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ വലിക്ക് സാധനം. അതെന്റെ ഒരു സ്റ്റൈലാ. ഇതുകൂടെ പിടിപ്പിര്. ഇനി ഞാൻ അടിച്ച പെശക. ഒരു പെശകവും ഇല്ലടോ കുറുപ്പേ. താൻ ധൈര്യമായിട്ട് അടിക്ക്.
കുടിച്ചു കഴിഞ്ഞ എല്ലാവരും ശിശുക്കളാ. അപ്പോഴേ യഥാർത്ഥ മനുഷ്യനെ കാണാൻ കഴിയൂ. മോനെ എന്റെ ഭാരതി, മോനെ എന്റെ ഭാരതി. കുറുപ്പേ, എന്ത് പറ്റി? അതെ, എന്റെ ഭാര്യ ഭാരതി. അവള് മരിച്ചുപോയി. അവള് പോയി, പുക പോലെ പോയി. എനിക്ക് ആരുണ്ട് മോനെ? എനിക്ക് അവളെ കാണണം. എടോ നായരെ, എന്താണ് കുറുപ്പ് പറയുന്നേ? അയ്യോ, അതെപ്പോഴും അങ്ങനെ. കുറച്ച് കൂടുതൽ അകത്ത് ചെന്ന് അപ്പ തുടങ്ങും ഭാര്യ മരിച്ചുപോയി. മനുഷ്യനെ മെനക്കെടുത്ത. അവള് പോയി, അവള് പോയി. ഇല്ലെന്നേ? ഇല്ല, അവള് മരിച്ചുപോയി. ഇല്ലെന്നേ? അവളെ തെക്കേ പറമ്പിലേക്ക് എടുക്കുന്നതിന് മുമ്പേ എനിക്ക് അവളെ ഒന്ന് കാണണം. ചോന്നോണ്ട് പോണോ? എന്റെ ഭാരതി പോയി. ഒന്ന് എഴുന്നേറ്റ്. ഭാരതി, നീ എന്നെ വിട്ടുപോയല്ലോടി. നോവല് ശ്രീദേവിയുടെ വീടല്ലേ? അല്ല, വിജയലക്ഷ്മിയുടെ വീടാ. സോറി, ഞാനൊന്ന് കാണാൻ വന്നതായിരുന്നു. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഞാൻ മാഡത്തിന്റെ ഒരു ആരാധകനാണ്. മാഡത്തിന്റെ എല്ലാ നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. മരണത്തിന്റെ ചിറകിൽ, ഞാനെന്ന പക്ഷി, പ്രേമം വാചാലമാണ്. അവസാനം പറഞ്ഞ നോവൽ എന്റേതല്ല, പ്രിയയുടേതാണ്. കറക്റ്റ്, എനിക്ക് തെറ്റിപ്പോയി. അല്ല, ഈ നോവലുകളും കഥകളും ഒക്കെ എഴുതുന്നത് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണോ? അങ്ങനെയൊന്നുമില്ല. നരനമേ, ചായ. നാരായണിയമ്മയോടെ ഇല്ല, അവര് മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളായിരിക്കും. അതെ, കൊടുക്ക്. വയ്ക്കോ. ആ, പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഈ സാഹിത്യത്തിലും കഥയിലും ഒക്കെ അല്പം ടാലന്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. കഥ എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, മാഡം ഇപ്പോൾ തിരക്കിലാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു ദിവസം ഞാൻ വരാം. വരട്ടെ.